ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അലോവേരയെക്കുറിച്ച് 2 കാര്യം പറയാമെന്ന് വിചാരിച്ചാണ്. ഈ അലോവേര നമുക്ക് സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണല്ലേ. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. നമ്മൾ വെയിൽ കൊണ്ട് കരുവാളിച്ച് വരുമ്പം ആ കരുവാളിപ്പ് മാറ്റാൻ ഇത് നമ്മൾ ഇതിൻ്റെ അറിയാലോ നിങ്ങൾക്ക്. ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതിനകത്തൊരു ജെല്ലുണ്ട്, മഞ്ഞ ഒരു ജെല്ലുണ്ട്. അത് കളയണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ജെല്ല് പൊക്കോളും. എന്നിട്ട് ഈ സൈഡിലെ മുള്ളു പോലെ ഉണ്ടല്ലോ, അത് സൈഡ് കളഞ്ഞിട്ട് വെക്കണം. നമുക്ക് ഇതുപോലെ ഒരു ലീഫ് എടുത്ത് അത് കുറച്ച് നമുക്ക് ഇത് മൊത്തം ഒരു പ്രാവശ്യം വേണ്ടല്ലോ. കുറച്ചെടുത്ത് നമുക്ക് മുറിച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കൂട്ടുകാരെ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് പിന്നെ അല്ലെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് ബാക്കി ഇത് ഐസ് ക്യൂബായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് അടിച്ച് അതിൻ്റെ നീരെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കത് കഴിഞ്ഞ് വെയിലത്ത് നമ്മൾ മടുത്ത് വരുമ്പം നമുക്കത് മസാജ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഒന്നിച്ച് മുറിച്ച് നിങ്ങൾ അങ്ങനെ കളയല്ലേ. നമുക്ക് ഈ പിമ്പിൾസൊക്കെ വരുന്ന ആ കുട്ടികൾക്കൊക്കെ അത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതൊരു ഔഷധം കൂടിയാണ്. മുറിവുണ്ടാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തേച്ച് കൊടുക്കാം. മുറിവിനെ ഉണക്കുകയില്ല, തൽക്കാല വിശ്രാന്തിക്ക് വേണ്ടി തേക്കാം. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് നല്ലതായിട്ട് അടുക്കളയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൈകളൊക്കെ പൊള്ളാറുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ജെല്ല് തേച്ച് കൊടുത്താൽ മതി. പൊള്ളലിന് പെട്ടെന്ന് തന്നെ നമുക്ക് അത് മാറും. കുറേ നേരം ഇങ്ങനെ വെച്ച് ജെല്ല് മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കത് മാറിക്കിട്ടും കേട്ടോ. മുഖത്തെ ചുളിവുകൾ വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ മുഖത്ത് സ്കിന്നൊക്കെ ചുളിവുകൾ വരുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വില കൊടുക്കാതെ നമ്മുടെ വീട്ടിലുള്ളതാണ്. യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമ്മൾ കറ്റാറയുടെ ജെല്ല് വാങ്ങിക്കുന്നതിനകത്ത് ഒറിജിനലായിരിക്കില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ട്. മണത്തിന് വേണ്ടി സാധനം എന്തെങ്കിലും ചേർക്കും. നമുക്ക് ഇങ്ങനെ ഒറിജിനൽ കറ്റാർവാഴ ജെല്ലിന് മണമൊന്നുമില്ല കൂട്ടുകാരെ. അത് നല്ല കൊഴുത്തിരിക്കും. ഇത് നമ്മൾ ഇങ്ങനെ സൈഡ് കണ്ടിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് വടിച്ചിനകത്ത് ഒരു സൈഡിലെ ഈ തൊലിയില്ലേ, ഈ പച്ചത്തൊലി മാറ്റി സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്താൽ മതി, വടിച്ചെടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കതൊരു ലിക്വിഡായിട്ട് കിട്ടും. നമുക്കിത് പിന്നെ ഉണ്ടല്ലോ, ഈ കറ്റാർവാഴയും മഞ്ഞളും കൂടെ തേനും കൂടെ ചേർത്ത് നമുക്ക് രാവിലെയും വൈകിട്ടും നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഏറ്റവും നല്ല കേട്ടോ. ഒരുപാട് ഗുണങ്ങളുണ്ട്. 2 നേരം നമുക്കത് ചെയ്യാം. ഏറ്റവും നല്ലതാണ്. മഞ്ഞളൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മൾ സ്വന്തം മഞ്ഞളെടുക്കാൻ നോക്കണം കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ജ്യൂസ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ചിലർക്ക് അലർജി വരുന്നുണ്ട്. അത് എന്താണെന്ന് ചെയ്ത് കട്ട് ചെയ്തിട്ട് മഞ്ഞ ജെല്ല് എടുത്ത് കളയണം. പിന്നെ ഈ തൊലി കൂട്ടിയെടുക്കരുത്, അതും ചിലർക്ക് അലർജി വരും. നമ്മുടെ തലമുടിക്കും ഹെയർ ഗ്രോത്തിനും എല്ലാം നല്ലതാണ് കേട്ടോ. ഇത് തലയിൽ തേച്ച് പിടിക്കും. നല്ല ചൂടായിട്ട് വരുന്ന സമയത്ത് തലയ്ക്ക് ഇത് ജെല്ല് ഇത് തേക്കുക, നല്ല കുളിർമയായിരിക്കും. നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കറ്റാർവാഴയുടെ ഗുണങ്ങൾ എത്രയധികമെന്ന് പറഞ്ഞ് തീരത്തില്ല കൂട്ടുകാരെ. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കൊരു മുറിവ് പറ്റിയാൽ പെട്ടെന്ന് ഇത് എടുത്ത് തേച്ചാൽ മതി കേട്ടോ. കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടും. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ കുട്ടികൾ. അങ്ങനെ നിങ്ങൾ ചെയ്യണം. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു കെമിക്കൽസും ഇല്ല. നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഈ കറ്റാർ വാഴ ഇതുണ്ട്. എനിക്കിവിടെ കുറേ ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു തൈ എനിക്ക് കിട്ടിയത്, അത് ഇതുപോലെ ഒരുപാട് തൈകളാക്കി ഞാൻ വളർത്തിയിട്ടുണ്ട്. കുറേയൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറേ ഉണ്ടായിരുന്നു കൂട്ടുകാരെ. ഇവിടെ നിറയെ ഉണ്ട്. ഇതൊക്കെ എനിക്കൊന്ന് റീപ്ലാന്റ് ചെയ്യാറായി. ഇതിങ്ങനെ തണ്ടിങ്ങനെ നീണ്ട് വെളിയിൽ വന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ മാറ്റി നടണം. അങ്ങനെ കിടക്കുന്ന കുറേ ഉണ്ട്. ഞാൻ ഈയിടെ പറഞ്ഞ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചതാണ് ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരാഴ്ചയായതോടെ ഇങ്ങനെ വെച്ചിട്ട്. നമ്മൾ അങ്ങനെയൊക്കെ നട്ടുപിടിച്ച് കുഞ്ഞു തൈകൾ ഇങ്ങനെ വരുന്നുണ്ടോ. ഈ തൈ നമുക്ക് മാറ്റി നടാം, പറിച്ച് നട്ടിട്ട്. ഇതിന് 2 തൈ വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ അതിങ്ങനെ കുറേ തൈകൾ കൊണ്ട് കൂട്ടുകാരെ പറിച്ച് നടാൻ വേണ്ടിയാണ്. എനിക്ക് ഒത്തിരി വേണ്ടാത്തത് കൊണ്ട്, ഞാൻ തന്നെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഒത്തിരി നടന്നില്ല. ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചാൽ ഇതിനെയൊക്കെ പരിപാലിച്ച് നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരു അലോവേര നട്ടുപിടിപ്പിക്കണം.
ഒത്തിരി ഗുണങ്ങളുണ്ട് കൂട്ടുകാരെ. നമ്മുടെ പ്രായമാകുമ്പോൾ സ്കിന്നൊക്കെ ഡള്ളാവുകയില്ല. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. പൈസ മുടക്കണ്ട, നമ്മൾ ഇച്ചിരി പരിപാലിച്ചാൽ മതി, നമ്മുടെ ഇച്ചിരി ശ്രദ്ധ കൊടുത്താൽ മതി. ഇതിങ്ങനെ നടുമ്പോൾ അതിനകത്ത് നമ്മൾ പഴത്തൊലി ഉണ്ടെങ്കിൽ എടുത്ത് വെക്കണം. പിന്നെ മുട്ടത്തോടൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം ഇങ്ങനെ, എന്നിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെക്കണം കൂട്ടുകാർ. അങ്ങനെയാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഇനി സമയം കിട്ടുമ്പോൾ എനിക്ക് തൈകളൊക്കെ 1-2 എണ്ണം കൂടെ പറിച്ച് വെക്കണം. വേറെ അപ്പുറത്തും കുറേ ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് തലയിൽ തേക്കാനെടുക്കും. കുളിക്കുന്നതിന് മുമ്പ് ഇത് താളിയായിട്ട് ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ചേർക്കും. അപ്പോൾ നല്ല നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും, തലയിൽ ചെളിയൊക്കെ പോകാൻ നല്ലതാണ്. ഇനി എണ്ണ കാച്ചുമ്പോൾ ഞാനിത് ചേർക്കാറുണ്ട്. എണ്ണ കാച്ചുമ്പോൾ ഞാൻ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം കൂട്ടുകാരെ. മുടി വളരാൻ നല്ലതാണ് കേട്ടോ. ഇത് നല്ലതായിട്ട് തിക്കായിട്ട് ഗ്രോത്തായിട്ട് വളരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാരെ. ഇത് ഞാൻ പറിച്ച് വെച്ചിട്ട് ഒരു മാസത്തോളമായി. ഇതിന് കുറേ എണ്ണം കൂട്ടി ഞാൻ വെച്ചു, ഒത്തിരി. ഇത് എന്നിട്ട് അതിനകത്ത് കുഞ്ഞ് തൈകൾ മുളച്ച് വരുന്നുണ്ട് കേട്ടോ, അകത്തുകൊണ്ട്. ഇപ്പോൾ 1 മാസമായതില്ല, അപ്പോഴത്തേനും എനിക്ക് തൈ തോന്നുന്നു. ഇതിനകത്ത് മുട്ടത്തോടും പഴത്തൊലിയൊക്കെ ഇട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ.